പ്രിയപ്പെട്ടവരെ, 3 പതിറ്റാണ്ടോളം ആകാശവാണിയുടെ വാർത്താശബ്ദമായ ഒരാൾ പതിഞ്ഞ താളത്തിൽ ഒരു സ്വരരാഗ മാതിരി കണക്കെ വാർത്തകൾ റേഡിയോ ശ്രോതാക്കളുടെ കാതുകളെത്തിച്ച ഇമ്പമാർന്ന ശബ്ദത്തിനുടമ ഹക്കീം കൂട്ടായി എന്ന് പേരുന്ന ആ നാമം, ആ പേര് റേഡിയോ ശ്രോതാക്കളുടെ മനസ്സിൽ കല്ലുകൊണ്ട് ഒത്തിവെച്ചതാണ്. പലരുടെയും ഒരു ദിനം തുടങ്ങുന്നത് തന്നെ ആ വാർത്ത വായന കേട്ടുകൊണ്ടാണ്. വാർത്താ മാധ്യമങ്ങൾ അതിരുകൾ ഭേദിച്ച് അനുദിനം മാറ്റത്തിൽ നിന്ന് മാറ്റത്തിലേക്ക് കുതിക്കുന്ന ഈ IT യുഗത്തിലും റേഡിയോ വാർത്തകൾ നെഞ്ചേറ്റുന്ന നിരവധി മനുഷ്യരുണ്ട്. അവരുടെ മനസ്സിലെ നിത്യഹരിത സെലിബ്രിറ്റിയാണ് ഈ കൂട്ടായിക്കാരൻ ശ്രീ ഹക്കീം കൂട്ടായി. അവർകളെ എന്റെ കൂട്ടായി സൗഹൃദ സംഗമം 2025 ഉദ്ഘാടനം ചെയ്യുന്നവയെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ സുഹൃത്തു കൂടിയായ സലാം താണിക്കാട്, ഈ എൻ്റെ കൂട്ടായി വാട്സപ്പ് കൂട്ടായ്മയുടെ അഡ്മിൻ CV ഹനീഫ, ഫൈറോസ് മുഹാജിർ, MGM മാളിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഗഫൂർ സാഹിബ്, എൻ്റെ ഏറ്റവും അടുത്ത പ്രിയ സുഹൃത്ത് ഹൈദ്രോസ് കോയതങ്ങൾ, അതുപോലെ CMT സീതി, അലാവുദ്ദീൻ, ഇബ്രാഹിം ഗോയ, നമ്മുടെ മൗലാന കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഷഹന, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പിന്നെ സെക്രട്ടറിയെ മറന്നുപോയി. സെക്രട്ടറിയെ മറക്കാൻ പാടില്ലാത്തതാണ്. നമ്മുടെ ഷൗക്കത്ത് പഴയകത്ത്, പ്രിയങ്കരായ സദസ്യരെ, സുഹൃത്തുക്കളെ, കൂട്ടായി നമ്മളിന്ന് എത്തിയിരിക്കുന്നത്, നമ്മളെല്ലാവരും കൂട്ടായി എത്തിയിരിക്കുന്നത് എൻ്റെ കൂട്ടായിയുടെ കുടുംബസംഗമത്തിൽ പങ്കെടുക്കാനാണ്. 8 വർഷത്തെ മഹത്തായ ചരിത്രം, ആ ചരിത്രത്തിന് സാക്ഷികളാകാൻ കൂടിയാണ് ഈ സായം സന്ധ്യയിൽ നമ്മൾ ഈ കടവോരത്ത് ഒത്തുകൂടിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ പരിപാടി ആരംഭിച്ചത് ഫാത്തിഹയുടെ മലയാളം അടങ്ങുന്ന പ്രാർത്ഥന ഗാനത്തോടെയാണ്. അതിനുശേഷം ഈ സന്തോഷ മുഹൂർത്തത്തിലും നമ്മുടെ കണ്ണ് നനയിക്കുന്ന, നമ്മളെ പൊട്ടിക്കരയിക്കുന്ന, നമ്മളേറെ വിഷമിപ്പിക്കുന്ന ഗസയുടെ ചരിത്രവുമായി ഫൈറോസ് മുഹാജിർ സാഹിബ് വരികയുണ്ടായി. നമുക്കറിയാം, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ വാർഷികം ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ കുടുംബസംഗമത്തിൽ ഒത്തുചേരുന്ന ഈ സമയത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കുരുതിയുടെ 2ാം വാർഷിക ദിനമാണിന്ന്. ഈ 2 വർഷം കൊണ്ട് ഇസ്രയേൽ എന്ന കാട്ടാളന്മാർ 67,000-ൽ പരം ആളുകളെയാണ്, കുട്ടികളെയാണ്, സ്ത്രീകളെയാണ്, വൃദ്ധരെയാണ് അവിടെ കൊന്നൊടുക്കിയത്. 67,100 ചില്ലാനം ആളുകൾ മരിച്ചതിൽ 70% വൃദ്ധരായിരുന്നു, കുട്ടികളായിരുന്നു, സ്ത്രീകളായിരുന്നു. യുദ്ധത്തിൻ്റെ പേരിലാണ് കൊല്ലപ്പെട്ടതെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്. സ്ത്രീകൾ ആരോടെങ്കിലും യുദ്ധത്തിന് പോവുമോ? ഭർത്താക്കന്മാരോടല്ലാതെ. അവരാകെ യുദ്ധത്തിന് പോകുന്നത് ഭർത്താക്കന്മാരോട് മാത്രമാണ്, അല്ലേ? അല്ലാതെ വേറെ ആരോടും യുദ്ധത്തിന് പോവില്ല. കുട്ടികൾ എവിടെയെങ്കിലും യുദ്ധത്തിന് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ? മാതാപിതാക്കളുമായിട്ടല്ലാതെ. വൃദ്ധരായിട്ടുള്ള ആളുകൾ യുദ്ധത്തിന് പോകുന്നതും നമ്മൾ കണ്ടിട്ടില്ല. അവർ പേരക്കുട്ടികളുമായിട്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളുണ്ടാവാം. പക്ഷെ ഇങ്ങനെയുള്ള ആളുകളെയാണ് ഗസയിൽ 70%-ലധികം പേരെ കൊന്നൊടുക്കിയത്. ഇനിയും തീർന്നിട്ടില്ല. ഇപ്പോഴും കൂടുതൽ പേരെ കൊന്നൊടുക്കിക്കൊണ്ട് ആ കാട്ടാളൻ, ഭീകരൻ, രാക്ഷസൻ നെതന്യാഹു എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരി മുന്നോട്ട് പോവുകയാണ്. അതിനെക്കുറിച്ച് ആ പ്രമേയം വളരെ വിശദമായിട്ട് പറഞ്ഞു. ഞാൻ ഇത്രയും പറയാൻ കാരണം, ഇന്ന് നമ്മുടെ ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം മറക്കാതെ എൻ്റെ കൂട്ടായി അതിൻ്റെ കുടുംബസംഗമം
നടത്തി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ കൂട്ടായ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആരംഭശൂരത്വം എന്നുള്ളതാണ്. ആരംഭശൂരത്വത്തിൻ്റെ മലയാളം പലർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ തുടക്കം അത് വളരെ ഗംഭീരമായിരിക്കും, നന്നായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. 1-2 വർഷം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കുറ്റി പോലും തെരഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ എൻ്റെ കൂട്ടായി ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കൂട്ടായിയുടെ ചരിത്രം തന്നെ തിരുത്തി കുറിച്ചുകൊണ്ട് 8ാമത് വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ ആലോചിക്കുക. ഒരുപാട് വാട്സാപ്പ് കൂട്ടായ്മയിൽ നമ്മളെല്ലാം അംഗങ്ങളാണ്. നിങ്ങളുണ്ടാവും, ഞാനുണ്ടാവും, എല്ലാറ്റിലും ഉണ്ടാവും. ചിലതൊന്നും നമ്മൾ തുറന്ന് നോക്കാറേ ഇല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മെസ്സേജ് കൊണ്ട് ഹായ് ഹീ ഹൂയ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുന്നുണ്ടാവും. അതെങ്ങാനും തുറന്നു പോയാലോ പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് നഷ്ടമാവുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് കൂട്ടായ്മയിൽ നമ്മളൊക്കെ അംഗങ്ങളായിട്ടുണ്ട്. പേഴ്സണലായിട്ടുള്ള വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. പക്ഷെ എൻ്റെ കൂട്ടായി അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. നമ്മുടെ പ്രസിഡന്റ് സലാം താണിക്കാടോട് പറഞ്ഞു, എൻ്റെ കൂട്ടായിയുടെ പ്രവർത്തന മേഖലയെക്കുറിച്ച് പറഞ്ഞു. വളരെ പാവപ്പെട്ടവരോട്, അതുപോലെ തന്നെ സമൂഹത്തിൽ കരുണ അറിയിക്കുന്നവരോട്, ദയ വേണ്ടവരോട് ഒക്കെ ഇടതു കൈ കൊടുക്കുന്നത് വലതു കൈ അറിയരുത് എന്ന് നമ്മളോട് പറഞ്ഞതുപോലെ ആരുടെയും പേര് പറയാതെ സഹായിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് എൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഈ വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയപ്പോൾ തുടക്കത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമായിരുന്നു. ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ വളരെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമായിരുന്നു. പരസ്പരം നമുക്കറിയാമല്ലോ, രാഷ്ട്രീയം കടന്നുകൂടിയാലുള്ള പ്രശ്നം. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, എല്ലാവരും രാഷ്ട്രീയവും മതവും കൂടി ഭയങ്കര പ്രശ്നമായിരുന്നു അതിനകത്ത്. എന്നെ തന്നെ അഡ്മിൻ CV ഹനീഫ് അഡ്മിനായിരിക്കുന്ന സമയത്ത് 2 പ്രാവശ്യം ഇന്ന് പുറത്താക്കിയിട്ടുണ്ട്. എനിക്കതിന് കാരണം എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. 2 തവണ എന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് 2 തവണ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും അടിയായിരുന്നു ഈ ഗ്രൂപ്പിനകത്ത്. പക്ഷെ അത് ഈ ഒരു രീതിയിലേക്ക് മതവും ജാതിയും രാഷ്ട്രീയവുമില്ലാതെ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഈ നമ്മുടെ പ്രദേശത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി കൂട്ടായ്മയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ കൂട്ടായി രൂപപ്പെടുത്തിയതിൽ ഇതിൻ്റെ അഡ്മിന്മാർക്കും ഭാരവാഹികൾക്കും വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. നമുക്കറിയാം, കുടുംബസംഗമം, നമ്മളൊക്കെ ഒരുപാട് കുടുംബസംഗമത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വാട്സപ്പ് കൂട്ടായ്മയിൽ എൻ്റെ കൂട്ടായിയുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ കുടുംബസംഗമം തന്നെ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. എൻ്റെ കൂട്ടായ്മയിൽ നമ്മൾ ഈ കേൾക്കുന്ന പേരുകൾ ഓരോരുത്തരും നമുക്ക് അറിഞ്ഞുകൂടാ. അത്തരം ആളുകളെ ഒന്നിച്ച് കാണാനും പരിചയപ്പെടാനും അവരോട് സംസാരിക്കാനും ഒക്കെ ഈ കുടുംബസംഗമം നമുക്ക് ഏറ്റവും അധികം സഹായകമാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പം ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പാണെന്ന് തോന്നുന്നു, ഈ എൻ്റെ കൂട്ടായിലെ കുടുംബസംഗമത്തിൽ എൻ്റെ കൂട്ടായിലെ ഭാരവാഹികളെല്ലാം കൂടി, അതിൻ്റെ പ്രവർത്തകരെല്ലാം കൂടി, എക്സിക്യൂട്ടീവ് കമ്മിറ്റികളെല്ലാം അംഗങ്ങളെല്ലാം കൂടി കുറേ ആളുകൾ ചേർന്ന് ഒരു യാത്ര പോവുകയുണ്ടായി, ഒരു വിനോദയാത്ര. ആ വിനോദയാത്രയുടെ ബസ് ആ ഗ്രൂപ്പിൽ ശ്രദ്ധിച്ചവർക്കറിയാം, എല്ലാവരും വെളിച്ചപ്പാടുകളായിരുന്നു. വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട് എന്ന് പറയുന്നത് പോലെ അതിനകത്ത് അന്ന് യാത്ര ചെയ്ത എല്ലാവരും ഇപ്പം നന്നായിട്ട് പാടി, അതിനകത്ത് പാടാൻ അറിയാത്തവർ പോലും പാടിയിട്ട് അതിമനോഹരമാക്കിയിരുന്നു. അത് നമ്മുടെ നിലമ്പൂരിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ അവിടെ രക്ഷക്കെത്താൻ വേണ്ടി ഇവിടുന്ന് ദുരിതാശ്വാസ സാമഗ്രികളുമായിട്ട് തലച്ചുമടായിട്ട് കടന്നുപോയതും എൻ്റെ കൂട്ടായിയുടെ പ്രവർത്തകരായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ആ എൻ്റെ കൂട്ടായി എന്ന് പറയുന്ന ആ മഹത്തായ സംഘടനയുടെ കുടുംബസംഗമമായിട്ട് നമ്മൾ ഒത്തുചേർന്നിരിക്കുകയാണ്. കുടുംബത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. ഞാൻ ഓർക്കുകയാണ്, ദാവൂദ് നബിയാണെന്ന് എനിക്ക് തോന്നുന്നു. നബിയുടെ പേര് തെറ്റിപ്പോയിട്ടാണ്, ക്ഷമിക്കണം. അദ്ദേഹത്തോട് മലക്കുൽ മൗത്ത് അസ്രായിൽ, നമ്മുടെ അസ്രായിൽ അലി ഇസ്ലാം വന്നിട്ട് ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അയാൾ 2 ദിവസത്തിനകം മരിക്കും, അയാളുടെ റൂഹ് പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് അസ്രായിൽ പോയി. കുറേ ദിവസം കഴിഞ്ഞപ്പോഴും ദാവൂദ് നബി ഇയാളെ വീണ്ടും കണ്ടപ്പോൾ അസ്രായിലിനോട് ചോദിച്ചു, അന്നല്ലേ പറഞ്ഞു 2 ദിവസം ഇയാളെ നിൽക്കുള്ളൂ ഈ ദുനിയാവിൽ, അത് കഴിഞ്ഞ അയാളെ റൂഹ് പിടിക്കുന്നല്ലേ പറഞ്ഞെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബമായിട്ട് തെറ്റായിരുന്നു. ഈ മനുഷ്യൻ കുടുംബത്തിൽപ്പെട്ട ഒരു
ഒരു വിഭാഗമായിട്ട് തെറ്റി നിൽക്കുകയായിരുന്നു. ഈ അടുത്ത കാലത്ത് പോയിട്ട് ഈ 2 ദിവസത്തിന് മുമ്പ് പോയിട്ട് അയാൾ എന്ത് ചെയ്തു? ആ കുടുംബമായിട്ട് ബന്ധം ചേർത്തതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് 20 വർഷം കൂടി ആയുസ് നീട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളോട് തന്നെ പറയാറുണ്ട്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മൾ ഇബാദത്തുകളൊക്കെ അള്ളാഹുവിലേക്ക് ഉയർത്തുന്നത്. അതിന് ഈ ബന്ധം വിച്ഛേദിച്ച് നിൽക്കുന്നത് ഒരു തടസ്സമാകും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ സംഗമം നമ്മളിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ, പരസ്പരം സംസാരിക്കാനൊരു പ്രയാസം ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ കൂടിയുള്ള ഒരു സംഗമമായിട്ട് ഇത് മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, കാരണം നമ്മളിപ്പോൾ തന്നെ 8 മണിയോളമായി. ഇനി ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. 10 മണിയാകുമ്പോൾ ഇത് അവസാനിപ്പിക്കണം. മാത്രമല്ല ഒരുപാട് കലാപരിപാടികൾ ഇതിന് ശേഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പരിപാടി കാണാൻ വന്നതായിരുന്നു, ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ താലി കെട്ടേണ്ടി വരുമെന്ന് എനിക്ക് ഒരിക്കലും അറിഞ്ഞില്ല. അങ്ങനെ ഒരു അവസ്ഥ കൂടി ഇപ്പോൾ ഇവരെന്നെ ഏൽപ്പിച്ചിരിക്കുക. അപ്പം അതുകൊണ്ട് എൻ്റെ കൂട്ടായിയുടെ മഹത്തായ കുടുംബസംഗമം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിർത്തുന്നതിന് മുമ്പ് ഇവിടെ ഇപ്പോൾ ഒരു എഴുത്ത് കൊണ്ടുവന്നു. ഞാൻ അപ്പോൾ അത് വായിച്ചിട്ട് ഞാൻ ചിരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്താണെന്നുള്ളത്? ഇവരെ പറഞ്ഞിട്ടുള്ള എന്താ അറിയോ, ഇത് പാടാൻ പറയാതിരുന്ന നന്നായി, കാരണം ഇതിലൊക്കെ നല്ല പാട്ടുകാരാ. അതിനിടയിൽ ഞാനെങ്ങാനും പാടിയിരുന്നപ്പോൾ നിങ്ങൾ ഇവിടെ ഈ സംഗമം അവസാനിപ്പിച്ച് പുറത്തേക്ക് പോകും എല്ലാവരും കൂടി. പ്രസംഗത്തിൻ്റെ അവസാനം വാർത്താ വായനയുടെ ഒരു ഡമ്മി തുടക്കം അവതരിപ്പിക്കണം എൻ്റെ കൂട്ടായിക്ക് വേണ്ടി. 5-8 മാസമായി എന്നുകൊണ്ട് ഞാൻ ഈ പരിപാടി നിർത്തിയിട്ടുണ്ട്. ഇനി ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്കിപ്പോൾ അലർജിയാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണല്ലോ, ഒരു നൊസ്റ്റാൾജിയ. ഞാൻ ഉണ്ടായിരുന്ന ഒരു സ്ഥലമല്ലേ, അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. എന്നാലും വേണ്ടില്ല. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. എൻ്റെ കൂട്ടായി കുടുംബസംഗമത്തിൻ്റെ വാർഷികത്തിൻ്റെ ഭാഗമായി കൂട്ടായിക്കടവിൻ്റെ ഭാഗത്ത് കുടുംബസംഗമം സംഘടിപ്പിച്ചു. പ്രമുഖ വ്യക്തിത്വങ്ങൾ കുടുംബസംഗമത്തിൽ പങ്കാളികളായി. അതിനുശേഷം സമൃദ്ധമായ ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.